ഓക്കെ, ഇനി നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിലെ സെക്കൻഡ് പ്രഷർ ബെൽറ്റിലേക്കാണ് പോകുന്നത്. സോ ദ സെക്കൻഡ് പ്രഷർ ബെൽറ്റ് ഈസ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സോ പേര് കാണുമ്പോൾ തന്നെ അറിയാലേ നമ്മൾക്ക് എന്താണ് ഹൈ പ്രഷർ റീജിയൻ ആണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സോ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്താണെന്ന് നോക്കാം. ദ ഹോട്ട് എയർ ascending from the equatorial low pressure belt cools gradually and subsides at the subtropical zone due to the rotation of the earth. അതായത് നമ്മൾ പറഞ്ഞു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ ലോ പ്രഷർ ആവാൻ കാരണം എന്താണ്, അവിടെ സണ്ണിന്റെ ചൂടടിച്ചിട്ട് എയർ എക്സ്പാൻഡ് ചെയ്ത് റൈസ് ചെയ്യും. സോ ഈ റൈസ് ചെയ്യുന്ന എയർ റൈസ് ചെയ്ത് ഗ്രാജുവലി കൂളാകും. അങ്ങനെ കൂളായിട്ട് സോ ഇങ്ങനെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് റൈസ് ചെയ്യും. ആൻഡ് ഇത് ഗ്രാജുവലി കൂളായിട്ട് എർത്തിന്റെ റൊട്ടേഷൻ കാരണം എന്ത് ചെയ്യും, ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആ സോണിൽ എത്തുമ്പോൾ തങ്ങി നിൽക്കും. സോ അവിടെ എയർ കൂടുതലാകും. സോ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് വന്ന എയറും കൂടി സബ് ട്രോപ്പിക്കൽ സോണിലേക്ക് ചെന്ന് അവിടെ എയർ അധികം ആകുമ്പോൾ എന്താകും, പ്രഷർ കൂടും. സോ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആകാൻ കാരണം എന്താ, the hot air ascending from the equatorial low pressure belt cools gradually and subsides at the subtropical high pressure belt due to the rotation of earth. എർത്തിന്റെ റൊട്ടേഷൻ കാരണം ആ എക്സ്പാൻഡ് ചെയ്ത് റൈസ് ചെയ്ത എയർ കൂളായി ഗ്രാജുവലി കൂളായിട്ട് ആ സബ് ട്രോപ്പിക്കൽ സോണില് സബ്സൈഡ് ചെയ്യും. സോ അതാണ് നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ക്ലിയർ ആണോ? സോ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് മനസ്സിലായെങ്കിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് മനസ്സിലാക്കാൻ ഒരു പാടില്ല. അവിടുന്ന് റൈസ് ചെയ്യുന്ന ഹോട്ട് എയർ ഗ്രാജുവലി കൂളായിട്ട് സബ് ട്രോപ്പിക്കൽ സോണിൽ സബ്സൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, എങ്കിൽ നമ്മൾ തേർഡ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സോ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ലോ പ്രഷർ ആണ്. സബ് പോളാർ റീജിയനിൽ ലോ പ്രഷർ വരുന്ന സോണിനാണ് നമ്മൾ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. സോ അതെന്താന്ന് നമുക്ക് നോക്കാം. ആസ് ദിസ് സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ, the air is colder here. Though the cold air remains close to the earth, the air is thrown away due to the rotation of the earth. As a result, low pressure is experienced all along the subpolar region. So subpolar region എന്ന് പറയുന്നത്, സോ ഇതാണ് നമ്മളുടെ സബ്പോളാർ റീജിയൻ. സോ ഈ സബ്പോളാർ റീജിയൻ എന്ന് പറയുന്നത് ഈ പോളാർ റീജിയണിന് അടുത്താണ്. പോളാർ റീജിയണിന് ക്ലോസ് ആണ് നമ്മളുടെ സബ്പോളാർ റീജിയൻ. സോ പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോ സൺ ഇവിടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ലാൻഡ് ചെയ്ത് സൺറൈസ് വരുന്നത് പോളാർ റീജിയൻസിലാണ്. സോ പോളാർ റീജിയൻസിൽ നോർമലി കോൾഡ് ആണ്. സോ ഈ സബ്പോളാർ പോളാർ റീജിയന്റെ അടുത്തുള്ള ഈ സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിൽ എന്താണ്, എയർ കോൾഡ് ആണ്. കോൾഡ് എയർ ആണ് അവിടെ ഉള്ളത്. അപ്പൊ കോൾഡ് എയർ ആണെങ്കിൽ നമ്മൾ എന്താ നോർമലി എന്തായിരിക്കും നമ്മൾ പറയണേ, എയർ ഹോട്ട് ആകുമ്പോഴല്ലേ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എയർ റൈസ് ആയിട്ട് പ്രഷർ കുറവാന്ന് പറയുന്നത്. അപ്പൊ കോൾഡ് എയർ ആണെങ്കിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യില്ലല്ലോ എന്ന് വിചാരിക്കരുത്. പക്ഷേ അവിടെ വേറൊരു ഫാക്ടർ ഉണ്ട്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ? സോ എർത്ത് ഇങ്ങനെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സബ്പോളാർ റീജിയൻസിലുള്ള കോൾഡ് എയർ എന്ത് ചെയ്യും, ത്രോ ഔട്ട് ചെയ്യും, അത് തെറിച്ചു പോകും. സോ അവിടെ എന്ത് ചെയ്യും, എയറിന്റെ കുറവ് വരും. സോ പ്രഷർ കുറയും. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം, സബ്പോളാർ റീജിയൻ എന്ന് പറയുന്നത് പോളാർ റീജിയനോട് അടുത്തുള്ളതാണ്. സോ സബ്പോളാർ റീജിയനിൽ എന്തായിരിക്കും, കോൾഡ് എയർ ആയിരിക്കും. പക്ഷേ ഈ കോൾഡ് എയർ കോൾഡ് ആണെങ്കിലും ആ എയർ എർത്തിന്റെ സ്പീഡി റൊട്ടേഷൻ കാരണം ത്രോ ഔട്ട് ചെയ്യും. അത് സ്പേസിലേക്ക് ത്രോ ഔട്ട് ആയി പോകും. സോ അവിടെ എന്ത് ചെയ്യും, എയറിന്റെ ഒരു ഡെഫിഷ്യൻസി വരും. സോ എയർ പ്രഷർ ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? സോ അതുകൊണ്ടാണ് സബ്പോളാർ റീജിയനിൽ കോൾഡർ എയർ ആയിട്ടും അവിടെ ലോ പ്രഷർ ആവാൻ കാരണം എർത്തിന്റെ റൊട്ടേഷൻ കാരണം എയർ തെറിച്ചു പോകുന്നത് കൊണ്ടാണ് അവിടെ സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സോ നമ്മൾ ഒന്നും കൂടി വായിക്കാം. ആസ് ദിസ് സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ, ദ എയർ ഈസ് കോൾഡർ ഹിയർ. Though the cold air remains close to the earth, the air is thrown away due to the rotation of the earth. So that is the main point. Air is thrown away due to the rotation of the earth. As a result, pressure is low all along the subpolar region. Clear ആണോ? സബ്പോളാർ റീജിയൻ പോളാർ റീജിയന് അടുത്താണ്. സോ കോൾഡ് എയർ ആണ് അവിടെ ഉള്ളത്. പക്ഷേ എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഈ കോൾഡ് എയർ ത്രോ ഔട്ട് ആയി പോകും. സോ അവിടെ എയറിന്റെ കുറവ് വരുന്ന കാരണം പ്രഷർ കുറവായിരിക്കും. ദാറ്റ് ഈസ് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ക്ലിയർ ആണോ?
സോ 3 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, then the last global pressure belt is the polar high pressure belt. സോ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് പോളാർ റീജിയനിലാണ് വന്നത്. പേരിലുള്ള പോലെ തന്നെ ഹൈ പ്രഷർ ആണ് അവിടെ ഉള്ളത്. സോ എങ്ങനെയാണ് ഈ ഹൈ പ്രഷർ വരുന്നത് നോക്കാം. ദിസ് സോൺ experiences severe cold throughout the year. As a result, the air remains chilled under the extreme cold that prevails over the poles, and this contributes to the steady high pressure experienced here. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സണ്ണിൽ നിന്ന് സൺറേസ് ഏറ്റവും സ്ലാൻഡഡ് ആയിട്ട് വരുന്നത് എവിടെയാണ്? നമ്മളുടെ പോളാർ റീജിയൻസിലാണ് സൺറേസ് ഏറ്റവും സ്ലാൻഡഡ് ആയിട്ട് വരുന്നത്. സോ അവിടെ സീവിയർ കോൾഡ് ആണ്, എപ്പോഴും സീവിയർ കോൾഡ് ആണ്. സോ അവിടുത്തെ എയർ എന്ത് ചെയ്യും? ചിൽഡ് എയർ ആയിട്ട് അവിടെ തന്നെ ഉണ്ടാകും. സോ എയർ എക്സ്പാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ത്രോ ഔട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. സീവിയർ കോൾഡ് ആയതുകൊണ്ട് എയർ അവിടെ തന്നെ തങ്ങി നിൽക്കും. സോ ദ പ്രഷർ വിൽ ബി വെരി ഹൈ. ഓക്കെ, സോ അതാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. This zone experiences severe cold throughout the year. As a result, the air remains chilled under the extreme cold that prevails over the poles, and this contributes to the steady high pressure experienced here. So, polar regions severe cold ആയ കാരണം എയർ അവിടെ ചില്ലായിട്ട് അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കും. സോ പ്രഷർ കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? സോ ദിസ് ഇസ് ദ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ക്ലിയർ? സിമ്പിൾ ആണ്. സോ 4 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആൻഡ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് സൺറൈസ് വെർട്ടിക്കൽ ആയിട്ട് നേരെ വന്ന് ഫോളോ ചെയ്യുന്ന കാരണം ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കൂടുതലാവുമ്പോൾ എയർ എക്സ്പാൻഡ് ആയി റൈസ് ചെയ്യും. സോ എയർ പ്രഷർ കുറയും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. സോ ഈ റൈസ് ചെയ്ത് പോകുന്ന എയർ എന്ത് ചെയ്യും? ഗ്രാജുവലി കൂളായിട്ട് സബ് ട്രോപ്പിക്കൽ സോണിൽ തങ്ങി നിൽക്കും. സോ അവിടെ എന്ത് ചെയ്യും? പ്രഷർ കൂടും. ദാറ്റ് ഈസ് എ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ദ എയർ റൈസിംഗ് ഫ്രം ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഗ്രാജുവലി കൂൾസ് ആൻഡ് സബ്സൈഡ്സ് അറ്റ് ദ സബ് ട്രോപ്പിക്കൽ സോൺ. ദിസ് ഇസ് കോൾഡ് ദ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സോ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റും ആണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അവിടെ ലോ പ്രഷർ വരാൻ കാരണം എന്താണ്? അവിടെ എയർ കോൾഡ് ആണെങ്കിലും എർത്തിന്റെ റൊട്ടേഷൻ കാരണം എയർ ത്രോ ഔട്ട് ആയി പോകും. സോ ദാറ്റ് ഈസ് ദ റീസൺ ഓഫ് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് അവിടെ സീവിയർ കോൾഡ് ആയിരുന്നു, എയർ അവിടെ തന്നെ തങ്ങി നിൽക്കും. സോ പ്രഷർ വിൽ ബി വെരി ഹൈ. ദീസ് ആർ ദ 4 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് global pressure belts. Very important question. Clear? Okay. സോ ഇനി നമ്മൾ ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സിനെ പറ്റിയിട്ടുള്ള 2 ഫാക്ട്സ് ആണ് പറയാൻ പോകുന്നത്. സോ ദ പ്രഷർ ബെൽറ്റ് ഷിഫ്റ്റ് അക്കോർഡിംഗ് ടു ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. ദ ഫസ്റ്റ് ഫാക്ട് എന്ന് പറയുന്നത് സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അപ്പാരന്റ് മൂവ്മെന്റ്. അതായത് എർത്തിന്റെ ടിൽറ്റ് ഓഫ് ദ ആക്സിസ് കാരണം സണ്ണിന്റെ പൊസിഷൻ എർത്തിനെ വെച്ച് റിലേറ്റ് ചെയ്ത് മാറുന്നതിനെയാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. സോ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ കാരണം എന്താണ്? ഈ പ്രഷർ ബെൽറ്റ്സിന്റെ പ്രഷർ ബെൽറ്റ്സ് നീങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ കാരണം നീങ്ങാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് പോയിന്റ് ഈസ് ദ പ്രഷർ ബെൽറ്റ് ഷിഫ്റ്റ് നോർത്ത്വേർഡ്സ് ഡ്യൂറിംഗ് ദ നോർത്ത്വേർഡ് മൂവ്മെന്റ് ഓഫ് ദ സൺ ആൻഡ് വൈസ് വേഴ്സ. അതായത് എർത്തിന്റെ നോർത്ത് വേർഡിലോട്ടാണ് സണ്ണിന്റെ പൊസിഷൻ പോകുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മളുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് നോർത്ത് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഒരുപാട് ഷിഫ്റ്റിംഗ് ഒന്നുമല്ല, കുറച്ച് ഷിഫ്റ്റിംഗ് വരും. സോ അതാണ് നമ്മളുടെ 2 ഫാക്ട്സ്. അതായത് എർത്തിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് അനുസരിച്ച് നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സിലെ പൊസിഷനിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. സോ എർത്തിന്റെ അപ്പാരന്റ് പൊസിഷൻ നോർത്ത് വേർഡ് ആണെങ്കിൽ നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സും നോർത്ത് വേർഡിലോട്ടായിട്ടായിരിക്കും അവരുടെ പൊസിഷനിൽ ഷിഫ്റ്റ് വരാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾക്ക് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇത്ര നേരം
നമ്മൾ പറഞ്ഞു ചാപ്റ്റർ വിൻഡ് ആണെന്ന്, പക്ഷെ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിരുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറ്റിയാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്, അതിന്റെ ഫാക്ടേഴ്സ് എന്താണ്, ഗ്ലോബൽ പ്രഷർ ബെൽസ് എന്താണെന്നൊക്കെയാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനിയാണ് നമ്മൾ ചാപ്റ്ററിന്റെ മെയിൻ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നത്, വിൻഡ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറും വിൻഡും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്, അത് എന്തൊക്കെ വിൻഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ atmospheric pressure and the wind. The global variation in atmospheric pressure leads to the formation of winds. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള വേരിയേഷൻ, നമ്മളിപ്പോൾ പറഞ്ഞു ഇക്വറ്റോറിയൽ റീജിയണിൽ ലോ പ്രഷർ, സബ് ട്രോപ്പിക്കൽ റീജിയണിൽ ഹൈ പ്രഷർ, സബ്പോളാർ റീജിയണിൽ ലോ പ്രഷർ, അങ്ങനെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഗ്ലോബലി വേരിയേഷൻ വരുമ്പോൾ വിൻഡ് ഉണ്ടാകും. വിൻഡ് കാരണമാകുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വേരിയേഷൻ ആണ്. സോ ദ ഗ്ലോബൽ വേരിയേഷൻ ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് വിൻഡ്സ്. ദ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ ഈസ് കോൾഡ് വിൻഡ്സ്. അതായത് ഹൈ പ്രഷർ റീജിയൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുതലുള്ള റീജിയൻ, നമ്മൾ എച്ച് വെച്ച് അതിനെ റെപ്രസെന്റ് ചെയ്യും. ലോ പ്രഷർ റീജിയൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറവുള്ള റീജിയൻ, എൽ എന്ന് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സോ ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് ലോ പ്രഷർ റീജിയണിലേക്ക് എയർ മൂവ് ചെയ്യുന്നതിനാണ്, എയർ ഇങ്ങനെ 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 മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിൻഡ്. സോ ദ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ ഇസ് ടേംഡ് ആസ് winds. Winds are named on the basis of the direction they blows from. The peculiarities of the source region influence the nature of the wind. അതായത് സോഴ്സ് റീജിയൻ, ആ വിൻഡ് ഉണ്ടാകാനുള്ള സോഴ്സ് ആ വിൻഡിന്റെ നേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് എങ്ങനത്തെ വിൻഡാണ്, എന്ത് നേച്ചറിലുള്ള വിൻഡാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് അതിന്റെ സോഴ്സ് ആണ്. അത് എങ്ങനെ ഉണ്ടായ വിൻഡാണ് എന്നുള്ളതാണ് ആ വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. സോ വിൻഡ്സ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. വിൻഡ്സ് ആർ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് എയർ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിൻഡ്സ് അല്ലെങ്കിൽ കാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇത്രയും നേരം നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറ്റി പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? സോ ഈ ഹൈ പ്രഷറും ലോ പ്രഷറും ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് വിൻഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മളുടെ വിൻഡിന്റെ സ്പീഡും ഡയറക്ഷനും എന്തിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വിൻഡ് ആർ ബേസ്ഡ് ഓൺ പ്രഷർ ഗ്രേഡിയന്റ്, കൊറിയോളിസ് ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷൻ. സോ ഒരു വിൻഡിന്റെ സ്പീഡും ഡയറക്ഷനും തീരുമാനിക്കുന്നത് 3 ഫാക്ടേഴ്സ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രഷർ ഗ്രേഡിയന്റ്, ദ സെക്കൻഡ് വൺ ഈസ് കൊറിയോളിസ് ഇഫക്റ്റ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫ്രിക്ഷൻ. ഓക്കെ, സോ ഇനി ഇത് ഓരോന്നും എന്താണ്, അതെങ്ങനെയൊക്കെയാണ് വിൻഡിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും തീരുമാനിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് അറ്റ്മോസ്ഫിയറിക് പ്രഷറും വിൻഡും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്കുള്ള എയറിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. ഇനി വിൻഡിന്റെ സ്പീഡും ഡയറക്ഷനും ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. പ്രഷർ ഗ്രേഡിയന്റ്, കൊറിയോളിസ് എഫക്ട്സ് ആൻഡ് ഫ്രിക്ഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് ഇത് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ദ പ്രഷർ ഗ്രേഡിയന്റ്. പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ദ ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ടേംഡ് ആസ് പ്രഷർ ഗ്രേഡിയന്റ്. ദ പ്രഷർ ഗ്രേഡിയന്റ് ഈസ് സ്റ്റീപ്പർ വെൻ പ്രഷർ ഡിഫറൻസ് ഈസ് സ്മോൾ. അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് ഓക്കെ, സോ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ ചേഞ്ച് ഇൻ പ്രഷറിനെയാണ്. അതായത് 2 ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനിടയിലുള്ള ചേഞ്ച് ഇൻ പ്രഷറിനെയാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പ്രഷർ ഗ്രേഡിയന്റ് സ്റ്റീപ്പർ, അതായത് പ്രഷർ ഗ്രേഡിയന്റ് സ്റ്റീപ്പ് ആകുന്നതനുസരിച്ച് അത് ആ 2 ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കൂടുതലാണെന്നാണ് മനസ്സിലാക്കുന്നത്. സോ പ്രഷർ ഗ്രേഡിയന്റ് ഈസ് ദ ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലുള്ള ചേഞ്ച് ഇൻ പ്രഷറിനെയാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ പ്രഷർ ഗ്രേഡിയന്റിന്റെ 2 ഫിഗേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഫിഗർ എ ആൻഡ് ഫിഗർ ബി.
സോ ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ ദ സ്ട്രോങ്ങർ ദ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് ദ സ്ട്രോങ്ങർ ഇസ് ദ വിൻഡ്. അതായത് പ്രഷർ ഗ്രേഡിയന്റ് കൂടുതലാണെങ്കിൽ വിൻഡിന്റെ ഫോഴ്സും കൂടുതലായിരിക്കും. സോ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലുള്ള ചേഞ്ച് ഇൻ പ്രഷറിനെയാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ പ്രഷർ ഗ്രേഡിയന്റ് സ്റ്റീപ്പർ ആണെങ്കിൽ അതിനർത്ഥം അവിടെ പ്രഷർ ഡിഫറൻസ് വളരെ കൂടുതലാണെന്നാണ്. സോ പ്രഷർ ഡിഫറൻസ് വളരെ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, അവിടെ അടിക്കുന്ന വിൻഡിന്റെ ഫോഴ്സും വളരെയധികം കൂടുതലായിരിക്കും. സോ ദസ് ക്ലോസ്ലി സ്പേസ്ഡ് ഐസോബാർസ്. ഐസോബാർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സെയിം പ്രഷറുള്ള റീജിയൻസിനെ ജോയിൻ ചെയ്ത് വരക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് ഐസോബാർസ്. സോ ഐസോബാർസ് ക്ലോസ്ലി പാക്ഡ് അല്ലെങ്കിൽ ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ, ഐസോബാർസ് ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, അവിടെ സ്ട്രോങ് വിൻസ് ആണെന്നാണ്. സ്ട്രോങ് വിൻസ്. വെറാസ് ഐസോബാർസ് വൈഡ്ലി സ്പേസ്ഡ് ആണെങ്കിൽ അതിനർത്ഥം അവിടെ ലൈറ്റർ വിൻസ് ആണ്. സോ എക്സാമിന് 2 ഫിഗർ തരും ആൻഡ് അതിൽ ഐസോബാർസ് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. സോ ഒരെണ്ണത്തിൽ ഇങ്ങനെ അടുത്തടുത്തായിരിക്കും, ഒരെണ്ണത്തിൽ ഇങ്ങനെ വൈഡ്ലി സ്പേസ്ഡ് ആയിരിക്കും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും ഇതിൽ എവിടെയാണ് സ്ട്രോങ്ങർ വിൻഡ് ബ്ലോ ചെയ്യാൻ സാധ്യത. സോ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഐസോബാർസ് ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ അവിടെ സ്ട്രോങ്ങർ വിൻഡ്സ് ആയിരിക്കും. ഐസോബാർസ് വൈഡ്ലി സ്പേസ്ഡ് ആണെങ്കിൽ അവിടെ ലൈറ്റർ വിൻഡ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് പ്രഷർ ഗ്രേഡിയന്റ്. സോ വിൻഡിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റത്തെ പോയിന്റ് ആണ് പ്രഷർ ഗ്രേഡിയന്റ്. പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലുള്ള പ്രഷർ ഡിഫറൻസിനെയാണ് നമ്മൾ, ചേഞ്ച് ഇൻ പ്രഷറിനെയാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ പ്രഷർ ഗ്രേഡിയന്റ് സ്റ്റീപ്പർ ആവുന്നതനുസരിച്ച് ചേഞ്ച് ഇൻ പ്രഷർ കൂടുതലായിരിക്കും. സോ ദ വിൻഡ് ബ്ലോ ചെയ്യുന്നതിന് ഫോഴ്സും വളരെയധികം കൂടുതലായിരിക്കും. സോ നമ്മുടെ പ്രഷർ ഐസോബാർസ് ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ അതിനർത്ഥം അവിടെ സ്ട്രോങ് വിൻസ് ആണെന്നാണ്. വൈഡ്ലി സ്പേസ്ഡ് ആണെങ്കിൽ അതിനർത്ഥം അവിടെ ലൈറ്റർ വിൻസ് ആണ് ബ്ലോ ചെയ്യുന്നതാണ്. സോ ഇത്രയാണ് പ്രഷർ ഗ്രേഡിയന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. പ്രഷർ ഗ്രേഡിയൻസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ബാക്കോട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി കണ്ടു നോക്കാം. സോ അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകും. ഓക്കെ, സോ the next factor that depends on the speed and direction of wind is the Coriolis force. So വിൻഡിന്റെ സ്പീഡും ഡയറക്ഷനും തീരുമാനിക്കുന്ന രണ്ടാമത്തെ ഫാക്ടർ ആണ് Coriolis force. So Coriolis force എന്താന്ന് നോക്കാം. Due to the force generated by Earth's rotation, freely moving bodies get deflected to the right in the northern hemisphere and to the left in the southern hemisphere. This is known as the Coriolis force. So Coriolis force എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ഈ ഫോഴ്സ് കാരണം നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എർത്ത് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്, അതാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ബോഡീസ് റൈറ്റിലേക്ക് ചെറുതായിട്ട് ഡിഫ്ലക്ട് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ കൊറിയോലിസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ സദേൺ ഹെമിസ്ഫിയറിലുള്ള ബോഡീസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ലെഫ്റ്റിലേക്ക് ചെറുതായിട്ട് ഡിഫ്ലക്ട് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ കൊറിയോലിസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഒരു ഫോഴ്സ് ക്രിയേറ്റ് ആവും. ആ ഫോഴ്സ് കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ബോഡീസ് റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. സദേൺ ഹെമിസ്ഫിയറിലുള്ള ബോഡീസ് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ കൊറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സിനെയാണ് നമ്മൾ കൊറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഇമേജിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം. സോ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് ചെറുതായിട്ട് റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് ഇരിക്കണമെങ്കിലും റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇരിക്കണമെങ്കിലും റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ഉണ്ട്. സോ ഡയറക്ഷൻ എങ്ങോട്ടായാലും അതിന് റൈറ്റിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ലെഫ്റ്റിലോട്ട്, ഏത് ഡയറക്ഷനിലേക്ക് ആ ബോഡി ഇരുന്നാലും അതിന് ലെഫ്റ്റിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ സദേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാകും. അതിന് കാരണമാകുന്ന ഫോഴ്സ് എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്നതാണ്. The force increases as it moves towards the poles from the equator. So ഈ ഫോഴ്സ് എന്ത് ചെയ്യും, ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഫോഴ്സ് കൂടും. അതായത് ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഫോഴ്സ് കൂടും. അതായത് പോൾസിലുള്ള ബോഡീസിലാണെങ്കിൽ ഫോഴ്സ് കൂടുതലായ കാരണം ഡിഫ്ലക്ഷൻ കുറവായിരിക്കും കമ്പയർഡ് ടു ഇക്വേറ്റർ റീജിയനിലുള്ള ബോഡീസ്. കാരണം എന്താണ്, ഈ കൊറിയോലിസ് ഫോഴ്സ് ഇക്വേറ്റർ റീജിയനിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ഫോഴ്സ് കൂടും.
The force increases as it moves towards the poles from the equator. ഇക്വേറ്ററിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടും. സോ പോളാർ റീജിയൻസിലുള്ള ബോഡീസിനായിരിക്കും കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുക, ഫോഴ്സ് കൂടുതലായിരുന്നു. ഓക്കെ, Admiral Farrell found out that winds in the northern hemisphere gets deflected to the right and the wind in the southern hemisphere gets deflected to the left due to Coriolis effect. This principle is called Farrell's law. So, Admiral Farrell എന്ന് പറയുന്ന ഒരു ജിയോളജിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചു? വിൻഡ് ബോഡീസ് മാത്രമല്ല, അവിടെയുള്ള വിൻഡ്സും ഈ കൊറിയോളിസ് ഫോഴ്സ് കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള വിൻഡും റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും, സദേൺ ഹെമിസ്ഫിയറിലുള്ള വിൻഡും ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. സോ അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അത് കണ്ടുപിടിച്ചത്, ജിയോളജിസ്റ്റ് ആണ് അത് കണ്ടുപിടിച്ചത്. ആൻഡ് ദിസ് പ്രിൻസിപ്പിൾ ഇസ് കോൾഡ് ദ ഫെറൽസ് ലോ. സോ ഫെറൽസ് ലോ എന്താണ്? Admiral Farrell found out that winds in the northern hemisphere deflects towards the right and the winds in the southern hemisphere deflects towards the left due to Coriolis force. This principle is called the Farrell's law. Okay, clear ആണോ? സോ കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഒരു ഫോഴ്സ് ക്രിയേറ്റ് ആവും. ആ ഫോഴ്സ് കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ബോഡീസ് റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും ആൻഡ് സദേൺ ഹെമിസ്ഫിയറിലുള്ള ബോഡീസ് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ കൊറിയോളിസ് ഫോഴ്സ് ഇക്വേറ്ററിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ഫോഴ്സ് കൂടി വരും. സോ പോളാർ റീജിയൻസിലുള്ള ബോഡീസിനായിരിക്കും ഡിഫ്ലക്ഷൻ കൂടുതൽ ദാൻ കമ്പയർഡ് ടു ഇക്വറ്റോറിയൽ റീജിയനിലുള്ള ബോഡീസ്. ദെൻ നമ്മൾ വിൻഡിനെ പറ്റിയാണ് പഠിക്കുന്നത്. സോ ഇത് വിൻഡിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. സോ അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ആളാണ് വിൻഡും നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള വിൻഡും റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും ആൻഡ് സദേൺ ഹെമിസ്ഫിയറിലുള്ള വിൻഡും ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചത്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ദ ഫെറൽസ് ലോ. ഓക്കെ, ക്ലിയർ ആണോ? സോ വിൻഡിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെക്കൻഡ് ഫാക്ടറാണ് നമ്മൾ പറഞ്ഞത് കൊറിയോളിസ് ഫോഴ്സ്. ആൻഡ് അതിൽ വരുന്ന വേറൊരു ടേം ആണ് ഫെറൽസ് ലോ. ക്ലിയർ? കൊറിയോളിസ് ഫോഴ്സ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് തേർഡ് ഫാക്ടർ, വിൻഡിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തേർഡ് ഫാക്ടർ ആണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫിസിക്സിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ നടക്കുമ്പോഴൊക്കെ ഉള്ളത് ഫ്രിക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ ഫ്രിക്ഷൻ എങ്ങനെ വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള ഇതിനൊരു ഇവിടെ ഞാൻ 2 ഇമേജ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് ഗസ് ചെയ്യുക, ഇവിടെ എവിടെയായിരിക്കും വിൻഡ് നല്ല സ്പീഡിന് ബ്ലോ ചെയ്യാം? നല്ല സ്പീഡിന് ബ്ലോ ചെയ്യാൻ സാധ്യത ഈ ഫസ്റ്റ് ഇമേജിലാണോ? ഇമേജ് എയിലാണോ ഇമേജ് ബിയിലാണോ വിൻഡ് നല്ല സ്പീഡിന് ബ്ലോ ചെയ്യാൻ സാധ്യത? പറ. യെസ്, കണ്ടാൽ തന്നെ അറിയാലേ നമുക്ക്. ഫിഗർ എയിലാണ് വിൻഡ് സ്പീഡിന് ബ്ലോ ചെയ്യുക. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അവിടുത്തെ വിൻഡിന് നല്ല സ്പീഡായിരിക്കും. സോ അതേപോലെ തന്നെയാണ് ഇവിടെ നല്ല നല്ല ഫ്രിക്ഷൻ കുറവുള്ള നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും വിൻഡിന് സ്പീഡ് കൂടുതൽ. സോ ദ സർഫസ് ഓഫ് ദ എർത്ത് exerts a frictional drag on the air blowing just above it. അതായത് എർത്തിന്റെ സർഫസ് അതിന്റെ തൊട്ട് മുകളിൽ വീശുന്ന കാറ്റില് ഒരു ഫ്രിക്ഷൻ, ആ എർത്ത് സർഫസ് ഒരു ഫ്രിക്ഷൻ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. This friction can act to change the wind's direction and slow it down. സോ ഈ ഫ്രിക്ഷൻ എന്തിന് കഴിവുണ്ട്? ആ ബ്ലോ ചെയ്യുന്ന വിൻഡിന്റെ സ്പീഡ് കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ ഈ ഫ്രിക്ഷന് കഴിവുണ്ട്. സ്പീഡ് ഓഫ് വിൻഡ് is high in regions with less friction and speed of wind will be less in regions with a high friction. അതായത് നമ്മൾ ഈ ഇമേജിൽ കണ്ട പോലെ ഫ്രിക്ഷൻ കുറവാണെങ്കിൽ, ഇപ്പൊ ഈ ഫസ്റ്റ് ഇമേജിൽ എന്താണ്? ഫ്രിക്ഷൻ കുറവാണ്. സോ ഫ്രിക്ഷൻ കുറവാണെങ്കിൽ വിൻഡിന്റെ സ്പീഡ് ഹൈ ആയിരിക്കും, ഫ്രിക്ഷൻ കൂടുതലാണെങ്കിൽ വിൻഡിന്റെ സ്പീഡ് ലോ ആയിരിക്കും. സോ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫാക്ടർ ആണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ സർഫസ് ഓഫ് എർത്തിന്റെ സർഫസ് വിൻഡില്, അതിന് തൊട്ട് മുകളിൽ ബ്ലോ ചെയ്യുന്ന വിൻഡില് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന് എന്തിനുള്ള കഴിവുണ്ട്? അതിന് ആ തൊട്ട് മുകളിൽ ബ്ലോ ചെയ്യുന്ന വിൻഡിന്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ ഉള്ള കഴിവ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനുണ്ട്. സോ ഫ്രിക്ഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? വിൻഡിന്റെ സ്പീഡ് കുറയും. ഫ്രിക്ഷൻ കുറയുമ്പോൾ എന്ത് ചെയ്യും? വിൻഡിന്റെ സ്പീഡ് കൂടും. ക്ലിയർ അല്ലേ? ഫ്രിക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് നമുക്കറിയാം, ഫ്രിക്ഷൻ കുറവാണെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും നമുക്കറിയാം. ഓക്കെ, സോ വിൻഡിന്റെ സ്പീഡും ഡയറക്ഷനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3
ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ദ ഫസ്റ്റ് വൺ ഈസ് പ്രഷർ ഗ്രേഡിയന്റ്, ദ സെക്കൻഡ് വൺ ഈസ് കോറിയോലിസ് ഇഫക്റ്റ്, കോറിയോലിസ് ഫോഴ്സ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫ്രിക്ഷൻ. ക്ലിയർ ആണോ? 3 ഫാക്ടേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽസിനെ കുറിച്ച് പറഞ്ഞല്ലേ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അങ്ങനെ പ്രഷർ വേരിയേഷൻ വരുന്ന ഗ്ലോബൽ പ്രഷർ ബെൽസിനെ പറ്റി പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, പ്രഷർ വേരിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും വിൻഡ് ബ്ലോ ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ ഗ്ലോബൽ പ്രഷർ ബെൽസിൽ വേരിയേഷൻ ഇല്ലേ, സോ അപ്പൊ അവിടെ വിൻഡ് ബ്ലോ ചെയ്യണ്ടേ. സോ പ്രഷർ ബെൽസും അതിന് അസോസിയേറ്റ് ആയിട്ട് വരുന്ന വിൻസും ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദ ഡിഫറെന്റ് പ്രഷർ ബെൽസ് around the world leads to the formation of winds. വേൾഡിലുള്ള പല പല പ്രഷർ ബെൽറ്റ്സ് വിൻസ് ഫോം ചെയ്യാൻ കാരണമാകുന്നു. വിൻസ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് വിൻസ് എങ്ങനെയാണ് ബ്ലോ ചെയ്യുന്നത്. ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്കാണ് വിൻസ് ബ്ലോ ചെയ്യുന്നത്. The winds developed between the global pressure belts is called the planetary winds. സോ നമ്മൾ പറഞ്ഞു ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്കാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നത്. സോ ഈ ഗ്ലോബൽ പ്രഷർ ബെൽസിന് ഇടയിൽ ഫോം ചെയ്തിരിക്കുന്ന വിൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാനറ്ററി വിൻസ്. പ്ലാനറ്ററി വിൻസ്. ഓക്കെ, സോ പ്ലാനറ്ററി വിൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും, the winds developed between the global pressure belts is called planetary winds. Clear? The different planetary winds are in നമുക്ക് different planetary winds ഏതൊക്കെയാന്ന് നോക്കാം. trade winds, westerlies and polar easterlies. സോ ഇതൊക്കെയാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന 3 പ്ലാനറ്ററി വിൻസ്. ട്രേഡ് വിൻസ്, വെസ്റ്റർലൈസ് ആൻഡ് പോളാർ ഈസ്റ്റർലൈസ്. ഓക്കെ, സോ പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വിൻഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. So difference in pressure belts around the world leads to the formation of winds. Winds blow from high pressure region to low pressure region. So the winds developed between the global pressure belts is known as planetary winds. So different planetary winds are trade winds, westerlies and polar easterlies. Clear ആണോ? സോ ഗ്ലോബൽ പ്രഷർ ബെൽസിൽ പ്രഷർ വേരിയേഷൻ ഉണ്ട്. ആ പ്രഷർ വേരിയേഷൻ കാരണം ഗ്ലോബൽ പ്രഷർ ബെൽസിന്റെ ഇടയിൽ വിൻഡ് ഫോം ചെയ്യും. ആ വിൻഡിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാനറ്ററി വിൻസ്. പ്ലാനറ്ററി വിൻസ് 3 എണ്ണം ഉണ്ട്. ട്രേഡ് വിൻസ്, വെസ്റ്റർലൈസ് ആൻഡ് പോളാർ ഈസ്റ്റർലൈസ്. ക്ലിയർ? ഓക്കെ, സോ ഇത്ര മനസ്സിലായെങ്കിൽ നമുക്ക് ഓരോ വിൻഡും നോക്കാം. സോ നമ്മൾ പറഞ്ഞു ട്രേഡ് വിൻസ് ഉണ്ട്, വെസ്റ്റർലൈസ് ഉണ്ട്, പോളാർ ഈസ്റ്റർലൈസ് ഉണ്ട്. സോ ഇത് ഓരോ വിൻഡും എവിടെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് trade winds. Okay, so trade winds എങ്ങനെ ഉണ്ടാവുന്നേ നോക്കാം. The winds blowing from the subtropical high pressure belts in both hemispheres to the equatorial low pressure belts is called the trade winds. So ഈ ഇമേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് subtropical high pressure belt. ഇതും subtropical high pressure belts ആണ്. ഇത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ്. ഓക്കെ, സോ കാണുമ്പോൾ തന്നെ അറിയാം സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സിൽ എന്താണ്, ഹൈ പ്രഷർ ആണ്, അവിടെ പ്രഷർ കൂടുതലാണ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്സിലാണെങ്കിലോ ലോ പ്രഷർ ആണ്, അവിടെ പ്രഷർ കുറവാണ്. സോ അപ്പൊ എന്ത് ചെയ്യും, വിൻസ് ബ്ലോ ഫ്രം സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ ടു ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയൻ ഫ്രം ഇൻ ദ ബോത്ത് ഹെമിസ്ഫിയർ. 2 ഹെമിസ്ഫിയറിലും സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വിൻഡ് ബ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. These winds blow from northeast in the northern hemisphere. They are called northeast trade winds, and as it blows from the southeast in the southern hemisphere, they are called southeast trade winds. അതായത് ഇതിനെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്നും പറയാൻ കാരണം, സോ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരു ഡിഫ്ലക്ഷനോടെയാണ് ആ വിൻസ് ബ്ലോ ചെയ്യുന്നത്. സോ നോർത്തേൺ ഹെമിസ്ഫിയർ, ഇതാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ട്രേഡ് വിൻസ് ബ്ലോ ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്ന് പറയുന്നു. സദേൺ ഹെമിസ്ഫിയറിൽ നോക്കുകയാണെങ്കിൽ
സദേൺ ഹെമിസ്ഫിയറിൽ നോക്കുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് ഈ ട്രേഡ് വിൻഡ്സ് ബ്ലോ ചെയ്യുന്നത്. സോ നമ്മൾ അതിനെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് എന്ന് പറയുന്നു. ഓക്കെ, സോ ട്രേഡ് വിൻഡ്സ് എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വിൻഡ് ബ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രേഡ് വിൻഡ്സ്. ആ വിൻഡ്സിന് പറയുന്ന പേരാണ് ട്രേഡ് വിൻഡ്സ്. സോ ട്രേഡ് വിൻഡ്സിനെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് എന്നും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് എന്നും പറയും. കാരണം നോർത്തേൺ ഹെമിസ്ഫിയർ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് ട്രേഡ് വിൻഡ്സ് ബ്ലോ ചെയ്യുന്നത്. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് ട്രേഡ് വിൻഡ്സ് ബ്ലോ ചെയ്യുന്നത്. The equatorial low pressure zone where trade winds from both the hemisphere converge is known as the intertropical convergence zone, ITCZ. Okay, so ഈ രണ്ട് ട്രേഡ് വിൻഡ്സും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സും നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സും കൺവേർജ് ചെയ്യുന്ന ആ ഇക്വറ്റോറിയൽ പ്രഷർ സോൺ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ സോണിന്, ആ ഇക്വറ്റോറിയൽ ലോ പ്രഷർ സോണിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. രണ്ട് ട്രോപ്പിക്കൽ ബെൽറ്റ്സിൽ നിന്ന് വരുന്ന വിൻഡ് കൺവേർജ് ചെയ്യുന്ന സോൺ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഓക്കെ, സോ ട്രേഡ് വിൻഡ്സ് എന്താന്ന് പറഞ്ഞു, രണ്ട് ട്രേഡ് വിൻഡ്സിനെ പറ്റി പറഞ്ഞു. ഇനി ഈ ട്രേഡ് വിൻഡ്സ് കൺവേർജ് ചെയ്യുന്ന ആ ട്രേഡ് വിൻഡ്സുകൾ രണ്ട്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സും കൺവേർജ് ചെയ്യുന്ന, കൂട്ടിമുട്ടുന്ന ആ ഇക്വറ്റോറിയൽ ലോ പ്രഷർ സോണിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ക്ലിയർ ആണോ? സോ ഇത്രയാണ് നമ്മൾ ട്രേഡ് വിൻഡ്സിനെ ഡിസ്കസ് ചെയ്യുന്നത്.